ജീവിക്കാൻ വേണ്ടിയുള്ള വല്ലാത്ത പോരാട്ടം തീരും കേട്ടോ. മറ്റുള്ളവരെ കൂടെ ഉയർത്താൻ പാകത്തിൽ ദൈവം നിന്നെ ഉയർത്തും. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, ഇന്ന് സ്വന്തം EMI അടയ്ക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന നിങ്ങൾ നാളെ മറ്റൊരാളുടെ ഫീസ് കൂടെ അടയ്ക്കാൻ പാകത്തിൽ പ്രാപ്തി പ്രാപിച്ചൊരു മനുഷ്യനായി ദൈവകൃപയാൽ മാറും. ആ യാത്ര ആരംഭിക്കുക കേട്ടോ. കർത്താവിൻ്റെ അനുഗ്രഹം അത്രത്തോളം അടുത്ത് നിങ്ങൾക്ക് വന്ന് നിൽക്കുകയാണ്. ഇന്നത്തെ പ്രവചന ദൂതിൽ കർത്താവ് നിങ്ങളെ അതിലേക്ക് സജ്ജമാക്കുന്ന സന്തോഷം ഞാൻ കാണുന്നു. വലിയ കൃപകൾ പെയ്തിറങ്ങുന്നു. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷപൂർവ്വം സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടം അതൊരു വല്ലാത്ത ഓട്ടം തന്നെയാണ്. ഒരുപാട് പേർ അതിനകത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, വീട്ടിൽ വരുന്നു, പിറ്റേ ദിവസം പോകുന്നു. അതുപോലെ തന്നെ അവസാനം മാസത്തിലൊരു ചെറിയ സ്കെയിൽ സാലറി, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളതായ ബുദ്ധിമുട്ട്. പക്ഷേ വേണ്ട വിധത്തിലൊന്നും നേരെയാകുന്നില്ല. എന്നാൽ ഈ ഒരു നെട്ടോട്ടം എന്ന് പറയുന്നത് ഇതൊരു ട്രാപ്പാണ്. ഞാനിതിനെ ട്രാപ്പാന്ന് പറയാനുള്ള കാരണം, ജീവിതത്തിൽ നെട്ടോട്ടം ഓടുന്ന ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ വ്യക്തിക്ക് തൻ്റെ മിനിസ്ട്രി ദൈവം തന്നെ ഏൽപ്പിച്ച അസൈൻമെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അവർ ഭയങ്കര സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും അവർക്ക് തങ്ങളുടെ മിനിസ്ട്രിയെ കർത്താവ് ആഗ്രഹിച്ച ആ ഒരു പാറ്റേണിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥ നേരിടും. ഒത്തിരി കഴിവുകളും കലാപരമായ നൈപുണ്യതകളുമുള്ള ഒരു വ്യക്തി ഈ നെട്ടോട്ടത്തിനിടയിൽ എങ്ങുമെങ്ങും എത്താതെ, ആരാലും അറിയപ്പെടാതെ ഒരു മൂലയ്ക്ക് തളർന്ന് താളടിയായി പോകും. ഒരുപാട് സ്വപ്നങ്ങൾ, കഴിവുകളുള്ള ചില മനുഷ്യർ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഒന്നും പിടിക്കാൻ കഴിയാതെ ശൂന്യമായ കരങ്ങൾ കൊണ്ട് അരങ്ങിൽ നിന്നൊഴിയും. ഈ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് തന്നെ സറണ്ടറായി, എനിക്ക് ഈ നെട്ടോട്ടം വേണ്ട, എനിക്ക് സ്വസ്ഥത വേണമെന്ന് ദൈവത്തോട് പറഞ്ഞു തുടങ്ങണം. നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഷ മാറും. ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കാൻ പോകുന്നില്ല, അവ നിങ്ങളെ സമൃദ്ധിയുടെ ഭാഷ പഠിപ്പിക്കും. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെ ദൈവം നികത്താൻ തുടങ്ങുന്നത്, അത് വേണം ഇത് വേണമേ എന്നുള്ളതായ നിലയിലുള്ളതായ ആ ഒരു ലെവലിൽ നിന്ന് വിശാലമായ ചിന്താഗതികളുടെയും സമൃദ്ധിയുടെ ഭാഷയുടെയും തലത്തിലേക്ക് നമ്മളുടെ സംസാര രീതിയെയും പ്രാർത്ഥനയും ഡെവലപ്പ് ചെയ്താണ് ദൈവം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. കർത്താവേ എനിക്ക് ഫീസ്, കർത്താവേ എനിക്ക് EMI, കർത്താവേ എനിക്ക് വാടക, കർത്താവേ എനിക്ക് അവിടെ കൊടുക്കാൻ, കർത്താവേ എനിക്ക് പണയം, 100 വിഷയങ്ങളെ മാത്രം നാം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു സമൃദ്ധിയെ പിടിക്കാനോ ചോദിക്കാനോ പോലും പറ്റാത്ത വിധത്തിൽ നമ്മുടെ മനസ്സ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം ഉടക്കി പോകും. ഇത് മാറിയിട്ട് നമുക്ക് നെട്ടോട്ടം അവസാനിപ്പിച്ചിട്ട് സമൃദ്ധി തരണമേ എന്ന് ദൈവത്തോട് പറയാം. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരവസ്ഥയെ ദൈവം പൊട്ടിച്ച് മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകാൻ പോകുന്നത് ഞാൻ പറഞ്ഞു. ഒന്ന്, സമൃദ്ധിയുടെ ഒരു ഭാഷ ദൈവം നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക മാത്രമല്ല, രണ്ടാമതായിട്ട് ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഒരു വല്ലാത്ത ഉറപ്പ് നിങ്ങളുടെ അകത്ത് കർത്താവ് ഉയർത്തിക്കൊണ്ടുവരും. ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും എനിക്കൊരു നല്ല കാലം വരാൻ പോവുകയാണ്, ഞാൻ ലെവല് മാറാൻ പോവുകയാണ് എൻ്റെ ജീവിതത്തിൽ. അതായത് റീസെൻ്റ്ലി സംഭവിക്കാൻ പോകുന്നൊരു കാര്യത്തെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തൊട്ടടുത്ത അനുഗ്രഹപൂർണമായിരിക്കുന്ന ഒരു ചേഞ്ച് ഉണ്ടാകാൻ പോകുന്നു എന്ന നിലയിലേക്ക് നിങ്ങൾ വിശ്വസിച്ചു പോകുന്ന വിധത്തിൽ, ഒന്നും കാണുന്നില്ലെങ്കിലും അത്തരത്തിൽ വിശ്വസിക്കുന്ന തലത്തിലുള്ളതായ ഒരു മാനസിക നില നിങ്ങളുടെ അകത്ത് ദൈവം ഡിസൈൻ ചെയ്യും. ജീവിക്കാൻ വേണ്ടിയുള്ളതായ ബദ്ധപ്പാടുകൾക്കിടയിൽ ഐശ്വര്യം ആരംഭിക്കുന്നതിൻ്റെ ശക്തമായ ലക്ഷണം ഇതാണ്. സാഹചര്യങ്ങളെ വകവെക്കാതെ മഹാത്ഭുതകരമായൊരു രൂപാന്തരത്തെ നിങ്ങളെവിടെയോ വിശ്വസിക്കാൻ തുടങ്ങും. ആമേൻ. ഒന്നുകൂടെ ഞാൻ ചേർന്ന് പറയുന്നു, ഈ ഒരു വിശ്വാസം നിങ്ങളുടെ അകത്തേക്ക് വരുമ്പോൾ ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടം അവസാനിച്ചിട്ട് മറ്റുള്ളവരെ കൂടെ ഉയർത്താൻ പാകത്തിലുള്ള ഒരു കാര്യശേഷിയിലേക്ക് ദൈവം നിങ്ങളെ മാനിക്കും. പലപ്പോഴും എനിക്ക് പോരാ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഞാനിതിന് ഇറങ്ങിയിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള നിലയിൽ നമ്മുടെ മുമ്പിലുള്ളതായ വലിയ ഓപ്പർച്യൂണിറ്റികളിലേക്ക് പോകാൻ പറ്റാതെ നമ്മൾ സ്വയം ഇങ്ങനെ ഉൾവലിഞ്ഞ് നിരാശിതരായി പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വരാറുണ്ട്.
മുമ്പേ ഞാൻ പറഞ്ഞ ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൻ്റെ ആ ട്രാപ്പിനകത്തായിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഇങ്ങനെയുള്ള പരിമിതമായ അവസ്ഥകൾ നമ്മളെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് തിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിന്തയെ അത് എപ്പോഴും ലോക്ക് ചെയ്ത് വെക്കും. അപ്പുറത്തോട്ട് പോകാൻ അത് അനുവദിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു എക്സ്പെരിമെൻ്റ് നടന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ കേട്ടു. ഈ കുഞ്ഞു മീനുകളെ തിന്നുന്നൊരു വലിയ മത്സ്യത്തെ ഒരു അക്വേറിയത്തിൽ എടുത്തിടുകയാണ്. അതേ അക്വേറിയത്തിൽ ഈ കുഞ്ഞു മീനുകളെയും ഈ മീനുകളെ തിന്നുന്ന ഒരു വലിയ മത്സ്യത്തെയും എടുത്തിട്ടു. എന്നിട്ട് ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഗ്ലാസ് കൊണ്ട് തന്നെ ചെറിയൊരു ചേംബർ ഉണ്ടാക്കി. അപ്പോൾ ഈ കുഞ്ഞു മീനുകൾ ഈ അക്വേറിയത്തിൻ്റെ ഈ കുഞ്ഞു പോർഷനകത്തും ഗ്ലാസിൻ്റെ ഇപ്പുറത്തും, വലിയ മീൻ അതിൻ്റെ വിശാലമായ സ്ഥലത്തും. ഓരോ ദിവസം ചെല്ലും തോറും ഇതിന് വിശപ്പ് കൂടുമ്പോൾ ഇത് വന്ന് ശക്തമായിട്ട് ഗ്ലാസ്സിനിട്ട് ഇടിക്കും. പക്ഷെ ഗ്ലാസ് പൊട്ടത്തില്ല, ഫൈബർ ഗ്ലാസ് അല്ല, അത് ബ്രേക്ക് ആകുകയില്ല. അങ്ങനെ കുറേ ദിവസങ്ങൾ ഇടിച്ചിടിച്ച് കഴിഞ്ഞപ്പോഴേക്കിനും ഈ കുഞ്ഞുമീനുകളുടെ അടുക്കലേക്ക് വെല്ലുമീൻ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ശാന്തമായിട്ട് നീന്തി പോകുന്നൊരു നിലയിലേക്ക് ആ മീനെത്തി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുമീനുകളെയും വെല്ലുമീനുകളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഇടയ്ക്കത്തെ ഈ ഒരു ചേംബറിൻ്റെ ഗ്ലാസ് അവരെടുത്തു മാറ്റി. ഇപ്പോൾ ഒരക്വേറിയത്തിലെ ഒരേ ജലത്തിൽ ഈ രണ്ട് മീനുകളും പരസ്പരം പോരടിക്കുന്ന, അല്ലെങ്കിൽ ഈ കുഞ്ഞുമീനുകളെ തിന്നുന്ന നിലയിലുള്ളതായി വെല്ലുമീനും ഈ കുഞ്ഞുമീനുകളും ഒരേപോലെ കിടക്കുകയാണ്. പക്ഷേ ഈ കുഞ്ഞുമീനുകളെ ഒന്നിനെയും ഈ വെല്ലുമീൻ ഉപദ്രവിക്കാതായി. കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഈ മീനിൻ്റെ അകത്തൊരു ബോധ്യം വന്നിട്ടുണ്ട്. എന്താണെന്നോ, ഇനി എനിക്കൊരിക്കലും ഈ തടസ്സം ഭേദിച്ച് ഈ മീനുകളെ പിടിക്കാൻ പറ്റത്തില്ല. തൻ്റെ കൺമുമ്പിൽ നിലവിൽ യാതൊരുവിധമായ ബ്ലോക്കുകളില്ലാത്തപ്പോഴും ആ ഗ്ലാസ് ചേംബർ എടുത്തു മാറ്റിയിട്ടും ഈ പറയപ്പെടുന്ന വലിയ മത്സ്യത്തിൻ്റെ തലച്ചോറിനകത്ത് എനിക്കൊരിക്കലും ഇതിനെ പിടിക്കാൻ പറ്റത്തില്ല എന്ന നിലയിലേക്കുള്ള ഒരു മാനസിക നില രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. പലപ്പോഴും വലിയ പൊട്ടൻഷ്യലുള്ള വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം ഇനി എന്നെക്കൊണ്ടാകില്ല, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, ഞാനിനി പോയിട്ട് കാര്യമില്ല എന്ന നിലയിൽ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റികളിൽ നിന്ന് സ്വയം പിൻവലിഞ്ഞ് എവിടെയൊക്കെയോ പാത്തും പതുങ്ങിയും ഒതുങ്ങിക്കൂടിയും എല്ലാവരോടും പിണങ്ങി എന്ന പോലെ സ്വയം സങ്കടപ്പെട്ടിങ്ങനെ കഴിഞ്ഞുകൂടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഈ ദൈവാലോചനയുടെ നടുവിൽ ആരൊക്കെയോ ഏതൊക്കെയോ സാഹചര്യങ്ങൾ കാലങ്ങൾ കൊണ്ട് നിങ്ങളുടെ അകത്ത് പാകിപ്പിടിപ്പിച്ച ആ വേണ്ടാത്ത തലച്ചോറിനെ ഞാൻ എടുത്തു കളയുകയാണ്. നിങ്ങളുടെ മനോഭാവങ്ങളിലെ ആ ഗ്ലാസ് ചേംബർ യേശുവിൻ്റെ നാമത്തിൽ അത് പൊട്ടിമാറട്ടെ. ഇന്നു മുതൽ പുതിയ അവസരങ്ങളെ കാണാനുള്ള കണ്ണ് നിങ്ങൾക്ക് തുറക്കപ്പെടുകയാണ്. ഈ രണ്ട് വിരലുകളില്ലേ, ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ വിടർത്തി പിടിക്കുക, ഈ മൂന്ന് വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഈ കണ്ണടച്ച് പിടിച്ചിട്ട് ഈ രണ്ട് കൈകൾ കൊണ്ട് ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞ്, പുതിയ അവസരങ്ങൾ എനിക്കായി തുറക്കപ്പെടുന്നു. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് പുതിയ ചില വഴികൾ കാണാൻ, പുതിയ പാന്താവുകൾ കാണാൻ, അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു ശേഷി കർത്താവ് നിങ്ങൾക്കായിട്ട് തുറക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്കിത് ചെയ്യാനാകുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചെയ്യണം. എന്നിട്ട് പറയണം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കിതിനുള്ള പ്രാപ്തി ഉണ്ടെന്ന്. കേട്ടോ? ആമേൻ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിന്നെ ഇപ്പോൾ ഒന്നുമല്ലാതാക്കിയിട്ടിരിക്കുന്ന ഈ ലൈഫിൽ നിന്ന് ദൈവം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അകത്ത് കർത്താവ് ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൻ്റെ ആ ഒരു ട്രാപ്പിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതായ വലിയൊരു ഉറപ്പ് സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് തമ്പുരാൻ അത് ബൂസ്റ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. രണ്ടാമത്, നിങ്ങൾ പുതിയ സാധ്യതകൾ തേടുകയും അതിനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ദൈവം നിങ്ങൾ എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. മൂന്നാമതായിട്ട് ഒറ്റ വാക്കൂടെ പറയട്ടെ, നിങ്ങൾ സമയമൊട്ടും കളയാതെ കാര്യപ്രാപ്തിയോടുകൂടെ പെരുമാറാൻ തുടങ്ങും. അതായത് ശരിയായ ആളുകളിലേക്ക് തന്നെ നിങ്ങൾ കണക്റ്റഡ് ആകും. എവിടെയൊക്കെയോ നമ്മൾക്ക് കാര്യപ്രാപ്തിയില്ലായ്മയും പ്രശ്നങ്ങളും ഒരുപാടുള്ളത് കൊണ്ടും അതിനകത്തൊന്ന് പുറത്തു വരാൻ കഴിയത്തില്ല എന്നുള്ളതായ ഒരു ചിന്തയിലായിരിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സമയം നമ്മൾ റീല് കാണുന്നത്, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സമയം മറ്റു പല കാര്യങ്ങളിൽ നേരം കളയുന്നത്. എന്നാൽ ഇത് മാറുകയാണ്. മാറിയിട്ട് നിങ്ങളെ കാര്യപ്രാപ്തിയോടുകൂടെ പെരുമാറുന്ന ഒരു തലത്തിലേക്ക് ദൈവം നിങ്ങളെ എത്തിക്കും. ഫൈനലി നിങ്ങളെ ദൈവം ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് പണം കൂടുതലുണ്ടാകും. അതുമാത്രമല്ല, കുറച്ച് പണം വർദ്ധിക്കുന്നു എന്നതിനേക്കാൾ ഉപരി
നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പണത്തേക്കാളേറെ കപ്പാസിറ്റി ആയിരിക്കും വർദ്ധിക്കുന്നത്. നിങ്ങളുടെ പ്രാപ്തിയെ ദൈവം ഡെവലപ്പ് ചെയ്യും. ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിന് ഇടയിൽ മറ്റുള്ളവരെ ഉയർത്തുന്നൊരു മനുഷ്യനായി മാറാൻ ദൈവം നിങ്ങളെ സഹായിക്കും. സ്വന്തം EMIക്ക് വേണ്ടി ഓടിയവൻ അനേകരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ഫീസ് കൂടെ അടയ്ക്കുന്ന നിലയിലേക്കുള്ള ഒരു അത്ഭുത മനുഷ്യനായി രൂപാന്തരപ്പെടും. എൻ്റെ EMI അടയ്ക്കുന്ന കാര്യത്തിലാണ് എനിക്കിന്ന് ശ്രദ്ധയുള്ളതെങ്കിൽ 10 പേരുടെ ഫീസ് അടയ്ക്കാൻ തക്ക വിധത്തിൽ എൻ്റെ ഫിനാൻഷ്യൽ മേഖലയെ കർത്താവെ ഒന്ന് മാനിച്ചേക്കണേ എന്ന് ഒന്ന് മാറ്റി പ്രാർത്ഥിച്ചു നോക്കിക്കേ. ആ മാറ്റം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് കാണാം. കർത്താവെ, ഇന്നത്തെ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങൾ സറണ്ടർ ആകുന്നു. ഞങ്ങളുടെ ലാംഗ്വേജിനെ ദൈവം തിരുത്തുകയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ ആത്മാവിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഈ ദൈവിക ദൂത് ആരെല്ലാം ഏതെല്ലാം കാതുകൾ കേൾക്കുന്നുവോ അവരുടെ എല്ലാം മനസ്സിൽ ജീവിത മേഖലകളിൽ സന്തോഷവും മഹാവിശാലതയും ഉണ്ടാകട്ടെ. ഞങ്ങൾ കർത്താവിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുന്നു. വലിയ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എത്രയും വേഗം നിങ്ങളിതിനകത്തൊന്ന് വെളിയിൽ വരണം. കാരണം ഒരുപാട് ദൈവദാസന്മാർ എൻ്റെ ശുശ്രൂഷ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദാസന്മാരെ, ദൈവം നമ്മളെ ഏൽപ്പിച്ച മിനിസ്ട്രി നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് സ്വസ്ഥത വേണം. നമ്മളുടെ ഈ ഒരു നെട്ടോട്ടങ്ങളുടെ നടുവിൽ കർത്താവിന് വേണ്ടി ഓടേണ്ട നേരം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഓട്ടത്തിലേക്ക് വീണുപോയാൽ നമ്മുടെ ദർശനം വേർവഴിക്ക് പോകും. അതുകൊണ്ട് കൃത്യമാം വിധം രൂപകൽപ്പന ചെയ്ത് കാര്യങ്ങളെ പ്രാക്ടിക്കലി ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു വിവേകത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഇന്ന് നയിക്കുന്നു. സംരംഭകരെ, നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കർത്താവ് നിങ്ങൾക്ക് തരികയാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തീരുകയാണ്. മറ്റുള്ളവരെ കൂടെ ഉയർത്താനുള്ള ശേഷിയിലേക്ക് ദൈവം നിങ്ങളെ മാനിക്കുന്നു. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് അനുഗ്രഹീതമായ ശുശ്രൂഷകൾ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഈ വിശുദ്ധ ശുശ്രൂഷകളിലേക്ക് വലിയവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. നിങ്ങൾ വരിക, മാറ്റങ്ങൾ ആരംഭിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ 2026 മെയ് മാസം 29, 30, 31 തീയതികളിൽ കോട്ടയത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ വെച്ച് ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ 9 എന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഫാസ്റ്റിംഗ് പ്രയർ വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്നു. ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ, വിഷയങ്ങളെ ദൈവകരങ്ങളിൽ വെച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കാൻ നമുക്കെല്ലാവർക്കും ഒത്തുകൂടാം. നിങ്ങളുടെ വിഷയങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചാൽ ഈ പ്രാർത്ഥനയിൽ നമുക്കത് ഉൾപ്പെടുത്താൻ കാരണമായി തീരും. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക, ആ കൂട്ടായ്മയിൽ പങ്കുചേരുക. അതിനോടുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. 30-ാം തീയതി ശനിയാഴ്ച ഫസ്റ്റ് ബെൽ വിത്ത് ജീസസ് എന്ന അനുഗ്രഹീതമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രയർ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മക്കളെല്ലാം ഈ അധ്യയന വർഷം സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോകുന്നതിന് പകരം അവരുടെ പുത്തൻ ബാഗും കുടകളും ഒക്കെ ആയിട്ട് അവർ ചർച്ചിൽ വരട്ടെ. നമുക്കതെല്ലാം ദൈവസന്നിധിയിൽ വെച്ച് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെ നമുക്ക് വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കാം. ഇത്തവണ പുത്തൻ ഉടുപ്പും പുതിയ ചെരുപ്പും പുതിയ ഷൂസും ഒക്കെ ആയിട്ട്, പുതിയ ബാഗും ഒക്കെ ആയിട്ട് നമ്മുടെ മക്കൾ വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ കൈകളിൽ അവരുടെ കൂട്ടുകാർക്കില്ലാത്ത ഒരു പ്രത്യേകതയുണ്ടാകും. അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം തലയിൽ ചൂടി നമ്മുടെ മക്കൾ പോകട്ടെ. ഈ അധ്യയന വർഷം ഗംഭീരമായിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഭയങ്കരമായിരിക്കുന്ന മികവ് നിങ്ങളുടെ മക്കൾ പഠനത്തിൽ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വിശാലമായ ഭാവിക്ക് വേണ്ടി സമർപ്പിക്കാനുള്ള പ്രത്യേകമായ ദിവസം വിദ്യാലയങ്ങൾ തുറക്കുന്നതിനോടനുബന്ധമായി ഈ മാസം 30-ാം തീയതി കോട്ടയത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിലെ കൂട്ടായ്മയിൽ ക്രമീകരിച്ചിരിക്കുന്നു. വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.